1000 തെറ്റിപ്പം കുത്തിത്തിരി എൻ്റെ മക്കള് യൂണിഫോമും കൊണ്ട് പോന്ന കഴിഞ്ഞ വർഷത്തെ കാലിൽ ഒരു ചെരുപ്പ് കിടക്കുന്നതിന് 10,000 കിഴത്തേം പോറലും ഉണ്ട് എൻ്റെ മക്കളുടെ ചെരുപ്പിന്. ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചു എൻ്റെ നെഞ്ച് തകർന്ന ഞാൻ നടക്കുന്നത്. ഇത് മതിയോ? എടുത്തോ, വേറെ ഡ്രസ്സ് എടുത്തോ കൊച്ച് കേട്ടോ. ഇത് മതിയോ? ഇനി എടുത്തോ, അതൊന്നും സാരമില്ല. ഹാപ്പി ആയോ നോക്കളെ? എന്നാ എല്ലാരും പിടിച്ചു കേട്ടോ. എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? സന്തോഷമായോ? ഈ അച്ചായനെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. മക്കളെ, ഭക്ഷണം ഇല്ല ആരും ജീവിക്കേണ്ട കാര്യമില്ല, മനസ്സിലാവും. ഭക്ഷണം കഴിച്ച് തന്നെ നിങ്ങൾ ജീവിക്കണം. സന്തോഷത്തോടെ ഈ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പോവാണ്. അതുകൂടാതെ ഈ ഫണ്ട് കൂടെ അമ്മ സ്വീകരിക്കണം. ഇതാണ് അമ്മ വീട്. പിന്നെ ഏറ്റവും മൂത്ത ആളാരാ? എന്നാ പിടിക്കോ കൊച്ച്? മോളോ? UKG. താനോ? 8. മോളിങ്ങി വന്നേ UKG കാരി. സൈക്കിള് വെള്ളത്തിൽ പോയോ? മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയ 4 കുട്ടികളെ കാണാനും. ഇവരെ വളർത്തുന്നതായിട്ട് ഈ വല്യമ്മയാണ്. ഈ വല്യമ്മ പപ്പടക്കച്ചവടം നടത്തിയാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ കുഞ്ഞുവാവയാണ് ഈ അച്ഛനും അമ്മയും കണ്ടിട്ടില്ല. കാരണം കണ്ടിട്ടുണ്ടോ പൊന്ന്? ഇല്ല, ഈ പൊന്നുവാ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഇവർക്കൊന്നും ആരും ഇല്ലെന്ന് തോന്നരുത്. നമ്മളെപ്പോലെ ഉള്ളവർ ഇവരുടെ ഒപ്പം നിൽക്കണം, മനസ്സിലായി. ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഇവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചിരിക്കുക. കാരണം ഇതൊന്നും പുറം ലോകത്ത് ആരും അറിയുന്നില്ല. പക്ഷെ പുറം ലോകത്ത് അറിയിക്കുന്നതിലും കൂടുതൽ ഇവരെ നമ്മൾ സഹായിച്ച് കാര്യങ്ങളെല്ലാം ഇവർക്ക് ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുത്തിട്ടേ അച്ചായൻ പോകൂ. ഇവിടെ കൊണ്ടിട്ടേച്ച് പോയതാ തള്ള. ഈ മോളെ പ്രസവിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതാണ് അമ്മ. നമ്മുടെ കയ്യിലായിരുന്നു. നമ്മളാ ഇത്രയും കൊട്ടി കൊണ്ടുവന്നത്. അമ്മയും വന്നിട്ടില്ല, അവരുടെ അച്ഛനും വന്നിട്ടില്ല. ഏത് രാജ്യത്താന്നും അറിയത്തില്ല, ഏത് ദിക്കിലാന്നും അറിയത്തില്ല. സമ്മതിച്ചോ അമ്മ? കാരണം അമ്മയെ വളർത്താൻ നോക്കിയാൽ മനസ്സില്ലേ. ഇവിടെ ആണോ നിങ്ങൾ എല്ലാരും കൂടെ താമസിക്കുന്നേ? ഓ കഷ്ടം. വീട് കഥവും ഇല്ല, അധിവശവും ഇല്ല. പെൺപിള്ളേർ കിടക്കുന്ന റൂമിന് കഥയില്ല. നിങ്ങൾ ഓർത്തോണം, ഒരു വീട്ടിൽ 4 മക്കള്, അതിൽ 3 പെൺപിള്ളേര്. ഈ പെൺപിള്ളേര് താമസിക്കുന്ന വീട്ടിൽ കഥകില്ല. ഇവിടെ ഒരു കട്ടിലാണുള്ളത്. ഈ കട്ടിൽ വേണം ഇത്രയും പേര് ഉറങ്ങാനായിട്ട്. കഥവും ഇല്ല. ബാത്റൂമോ നിങ്ങൾക്ക് കാണാം. 3 പെൺകുട്ടികൾ, അതായത് മൊത്തം 4 മക്കള്, 3 പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു ബാത്റൂം, അവർ പോകുന്ന ഒരു ബാത്റൂമാണ്. ആ ബാത്റൂമിന് ഒരു മറ പോലും ഇല്ലാത്ത ബാത്റൂം. വീടിന് കഥകില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അമ്മ, ഭക്ഷണം ഇല്ലാന്ന് കേൾക്കുന്ന അച്ചായൻ്റെ ഇഷ്ടമില്ല. ഇതെല്ലാം മോളെ അകത്തേക്ക് വെച്ചേ. എല്ലാ സാധനങ്ങളും അച്ചായൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കൊടുത്തേ. ഇതും വെച്ചാൽ മോളെ അകത്തേക്ക് വെച്ച. മോള് സുവാ പോവാം, നമുക്ക് പോവാം. ബാ. എൻ്റെ മക്കൾക്ക് ഇപ്രാവശ്യം സ്കൂള് തുറന്ന് യൂണിഫോം ഇല്ല. ഞാൻ ഇട്ടുകൊണ്ട് 1000 തെറ്റിപ്പം കുത്തിത്തിരി എൻ്റെ മക്കള് യൂണിഫോമും കൊണ്ട് പോന്ന കഴിഞ്ഞ വർഷത്തെ. അതെല്ലാം നുള്ളി കീറി വെച്ച് അതിലൊരുത്തൻ ഇന്നലെ ഇട്ടുകൊണ്ട് പോയത് വീണ് ഞുള്ളി പസുമമാക്കി കൊണ്ടുവന്ന് പെരയുടെ തെക്കേത്തിട്ടിട്ടുണ്ട്. ദുഃഖം ഉണ്ടെങ്കിലും എൻ്റെ മക്കള് ദുഃഖമെല്ലാം അറിഞ്ഞ് വളരുന്നത് കൊണ്ട് എല്ലാം അങ്ങ് ഒതുക്കും. അവരുടെ കാലിൽ ഒരു ചെരുപ്പ് കിടക്കുന്നതിന് 10,000 കിഴത്തേം പോറലും ഉണ്ട് എൻ്റെ മക്കളുടെ ചെരുപ്പിന്. ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചു എൻ്റെ നെഞ്ച് തകർന്ന ഞാൻ നടക്കുന്നത്. എൻ്റെ കലത്തിൽ വെള്ളം വെന്തില്ല. എൻ്റെ മക്കൾക്ക് ഒരു നേരം വിളിച്ചു കൊടുക്കാൻ ആരുമില്ല. എൻ്റെ കാലിടറി വീണ് പോയെങ്കിൽ ഇതുങ്ങൾക്കാരാ? ആരും ഒരു ആശ്രയമില്ല. കയറി കിടക്കാൻ ഈ 4 എണ്ണത്തിന് സ്വന്തമെന്ന് പറയാനില്ല. അതെല്ലാം കേട്ടും കണ്ടും സഹിച്ച് ഞാനാകെ ചില സമയത്തൊക്കെ വയ്യാതെ വന്ന പപ്പടം വിൽക്കുന്നിടത്തൊക്കെ വീണ് പോകും. അവിടുന്ന് പൊക്കി എടുത്ത് നാട്ടുകാർ ആശുപത്രിയിലാക്കും. ഇത് മതിയോ? എടുത്തോ, വേറെ ഡ്രസ്സ് എടുത്തോ കൊച്ച്. ഹാപ്പി ആയോ നോക്കളെ? എന്നാ എല്ലാരും പിടിച്ചു കേട്ടോ. എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഉണ്ട് കേട്ടോ. എല്ലാരും കഴിയും. ചേട്ടാ, ഇവനൊരു സൈക്കിൾ വേണം. മോനൊരു സൈക്കിള്. ഏതാ നിനക്ക് വേണ്ടത്? ആക്സിഡന്റ് പറ്റി. ഇന്നലെ സൈക്കിള് വെള്ളത്തിൽ പോയി കൊച്ചിന്റെ. അല്ല, ആക്സിഡന്റ് പറ്റിയിട്ട് സൈക്കിൾ ആറ്റിപ്പോയി. അവന് കിട്ടിയില്ല. അപ്പൊ അവന് സൈക്കിള് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അച്ഛൻ കോട്ടയത്ത് നിന്ന് വന്നു. ഇല്ലടാ, അപ്പൊ അവന് സൈക്കിൾ മേടിച്ചിട്ടാ ഞങ്ങള് പോകുന്നത്. ബാ. അനിയത്തിമാരെ കൊണ്ടൊക്കെ പോകാനായിരിക്കും. കൊച്ചിന്റെ മുഖം കണ്ടോ? വീർത്തിരിക്കുന്നത്. കൈ കണ്ടോ?
ഈ അവസ്ഥയിൽ ഒന്ന് കാറുകാരനൊന്ന് നിർത്തി നോക്കാനുള്ള മനസ്സ് കാണിക്കായിരുന്നു. ഒരിക്കലും അതുകൊണ്ടും ദൈവത്തിന് മുമ്പിൽ നല്ലതേ വരുള്ളൂ. ആ കൊച്ചിന്റെ സൈക്കിൾ ആറ്റിലും പോയി. എന്നാലും ആരും ഇല്ലാന്ന് വിചാരിക്കരുത്, നമ്മളുണ്ടാവും, നമ്മൾ ഒരുമിച്ചുണ്ടാവും. അല്ല മോനെ, ഇഷ്ടപ്പെട്ടോ? സന്തോഷമായോ? ഈ അച്ചായനെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടാണ് പോകുന്നത്. സന്തോഷത്തോടെ ഈ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പോവാണ്. അതുകൂടാതെ ഈ ഫണ്ട് കൊണ്ട് അമ്മ സ്വീകരിക്കണം കേട്ടോ. നിങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് ജീവിക്കണം. ഓക്കെ, സന്തോഷിക്കണം. ഓക്കെ, ആരും ഇല്ലാന്ന് പറയുന്ന കാലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാന്ന് കരുതി അമ്മ തന്നെ ഇരിക്കുമല്ല ചെയ്യുന്നത്. അച്ചായനുണ്ടാവും. ഈ ഒത്ര സ്നേഹിക്കുന്ന മാവേലിക്കരയിലെ ജനങ്ങളുണ്ട്. അതുപോലെ നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. അച്ചായൻ സ്മോൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗീസ്.